ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്ജക്റ്റീവ് എന്തുവാണെന്നാണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണം, അതായത് ഒരു നാമത്തിനെ വിശേഷിപ്പിച്ച് പറയാൻ. അപ്പം നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പം എന്ത് സംസാരിക്കുമ്പോഴായാലും ഈ നാമവിശേഷണം പറയേണ്ടതുണ്ട്. അപ്പോൾ അത് എന്തുവാണെന്നൊക്കെ ഓർത്ത് വെച്ചല്ല പറയുന്നത്. അപ്പോഴും നമ്മൾ പറയാൻ വേണ്ടി ഉപയോഗിക്കാൻ നാമവിശേഷണം അറിയണം. മാത്രമല്ല ഇനിയുള്ള ക്ലാസ്സുകൾ കേൾക്കുമ്പോഴും അഡ്ജക്റ്റീവ് പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു നാമത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം അതാണ് അഡ്ജക്റ്റീവ്, അല്ലെങ്കിൽ നാമവിശേഷണം, അല്ലെങ്കിൽ ഡിസ്ക്രൈബിങ് എ നൗൺ എന്ന് പറയും. ഉദാഹരണം, എ ഗുഡ് ബോയ്. ഇവിടെ ഈ ആൺകുട്ടിയുടെ വിശേഷണം നല്ല കുട്ടി. ഇവിടെ എ ക്ലവർ ഗേൾ, ഈ പെൺകുട്ടിയുടെ വിശേഷണമാണ്, ബുദ്ധിയുള്ള പെൺകുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. റോസ്, റോസാപ്പൂവിനെ പറഞ്ഞപ്പം റെഡ് റോസ്, ചുവന്ന പൂവിനെ കുറിച്ചാണ് പറഞ്ഞത്. പെൻ പറഞ്ഞപ്പോൾ ബ്ലാക്ക് പെൻ. അങ്ങനെ അപ്പം ഇത് ഇത്രയും നൗണാണെന്ന് നമുക്കറിയാം, നാമമാണെന്നറിയാം. ഈ നാമത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പദങ്ങളാണിത്. അതാണ് അഡ്ജക്റ്റീവ്, നാമവിശേഷണം. അപ്പോഴേ ഇപ്പോൾ ഒരു കറുത്ത പെൺകുട്ടി, അല്ലെങ്കിൽ വെളുത്ത പെൺകുട്ടി, അല്ലെങ്കിൽ സുന്ദരിയായ പെൺകുട്ടി, അല്ലെങ്കിൽ ഞാൻ അവിടെ വെച്ചൊരു ആൺകുട്ടിയെ കണ്ടു, ആ കുട്ടി അല്പം ഉയരമുള്ള കുട്ടിയായിരുന്നു, ആ രണ്ട് കുട്ടികളിൽ ആ മെലിഞ്ഞ കുട്ടിയാണ്. അങ്ങനെ നമ്മൾ ഓരോ കാര്യം പറയുമ്പം ആ നാമത്തിനെ, ആ നൗണിനെ വിശേഷിപ്പിച്ച് പറയാൻ ഉപയോഗിക്കുന്നതാണ് അഡ്ജക്റ്റീവ്. ഇപ്പം ഒരു നാമം വിശേഷിപ്പിക്കുമ്പോൾ ഇപ്പം എങ്ങനെയുള്ളതെന്ന് പറയാൻ വേണ്ടി ഗുഡ് നല്ല കുട്ടി, ചീത്തക്കുട്ടി, സ്മാർട്ടാണ്, ഓണസ്റ്റാണ്, ബുദ്ധിമാനാണ്, ഫെയർ സൗന്ദര്യമുള്ളതാണ്, ഉയരമുള്ളതാണ്, ഷോർട്ട്, ഇങ്ങനെയുള്ള ഉയരം നെലിഞ്ഞ, ഇതൊക്കെ എന്താണ് നാമവിശേഷണം. പിന്നെ എണ്ണത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, 1 2 1 2 അങ്ങനെ. പിന്നെ ഏതെന്ന് പറഞ്ഞാൽ ഇത് അത്, അങ്ങനെ പലതും പറയുന്നുണ്ട്. നമുക്കിനി കൈൻഡ് ഓഫ് അഡ്ജക്റ്റീവ്സ് പല തരത്തിലുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മനസ്സിലായ നാമവിശേഷണമാണ്. അതിൽ നാമവിശേഷണം പലതരത്തിലുണ്ട്, അത് നമുക്ക് നോക്കാം. ഇപ്പം കൈൻഡ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ്, അഡ്ജക്റ്റീവിൻ്റെ തരങ്ങൾ ഏതൊക്കെയാണെന്ന്. ഡിസ്ക്രിപ്റ്റീവ് ആണ്, അതെന്താണ്, ഒരു നാമത്തിൻ്റെ ഗുണമോ ദോഷമോ അവസ്ഥയോ വിശേഷിപ്പിക്കുന്നവയാണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ്. ഉദാഹരണം, ക്ലെവർ ബോയ്, ബുദ്ധിയുള്ള ആൺകുട്ടി. സോഫ്റ്റ് സ്കിൻ, മൃദുവായ സ്കിൻ, ഈ സ്കിന്നിൻ്റെ വിശേഷണമാണ്. പ്ലേസ്, ഡേർട്ടി പ്ലേസ്, വൃത്തികെട്ട സ്ഥലം. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വിശേഷണമാണ് ഡേർട്ടി. അപ്പം ഡിസ്ക്രിപ്റ്റീവ് ഒരു കാര്യത്തെ വിവരിക്കുന്നതിൻ്റെ, ആ നാമത്തിൻ്റെ ഗുണമോ ദോഷമോ അവസ്ഥയോ അതിനെ വിശേഷിപ്പിക്കുന്നതിന് ഡിസ്ക്രിപ്റ്റീവ് ആണ്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് പറയും. ക്വാണ്ടിറ്റേറ്റീവ് അളവാണ്, അല്ലെങ്കിൽ എണ്ണം, അളവ് എന്നതിനെ കുറിക്കുന്നത്. ഇപ്പോൾ ടോയ്സ്, മെനി ടോയ്സ്, ധാരാളം കളിപ്പാട്ടങ്ങൾ. സം ബുക്സ്, കുറച്ച് ബുക്സ്. പിന്നെ ഇനഫ്, ലിറ്റിൽ, ഇതൊക്കെ കുറച്ച് എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ്. മെനി, സം, ലിറ്റിൽ, ഇനഫ്, ഇങ്ങനെയുള്ളവയാണ് ക്വാണ്ടിറ്റേറ്റീവായിട്ട് പറയുന്നത്. അടുത്തത് പൊസസീവ്. പൊസസീവ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം, ബന്ധം, ഇവയൊക്കെ കുറിക്കുന്നു. ഇപ്പം മൈ, എൻ്റെ, യുവർ, ഇതിൻ്റെ എല്ലാം അർത്ഥം നമ്മൾ പഠിച്ചു. അവളുടെ, അവൻ്റെ, ദേർ. ഇപ്പം ബ്രദർ, അവൻ്റെ ബ്രദർ, അവരുടെ ബ്രദർ, അവരുടെ സ്കൂള്, അങ്ങനെയൊക്കെ പറയാൻ. അല്ലെങ്കിൽ അവരുടെ വീട്, ഹെർ, അവളുടെ, ഹിസ്, അവൻ്റെ, യുവർ, നിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ, മൈ, എൻ്റെ, ഇതൊക്കെ നമ്മൾ അർത്ഥസഹിതം ആദ്യം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ, ഉടമസ്ഥാവകാശം, ബന്ധം, പൊസസീവ് പ്രോനൗൺ പഠിച്ചാൽ അതെല്ലാം എന്തിൽപ്പെടും, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ഡെമോൺസ്ട്രേറ്റീവ്. ഡെമോൺസ്ട്രേറ്റീവ് എന്ന് പറയുമ്പോൾ പ്രത്യേക നാമങ്ങളെ ചൂണ്ടി പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സ്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, ഇതൊക്കെ അതിൽപ്പെടുന്നതാണ്. ഇത്, അത്, ഇവകൾ, അവകൾ, ഇതൊക്കെ എന്താ പറയുന്നത്, ചൂണ്ടി പറയാൻ വേണ്ടി പ്രത്യേകം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നാമവിശേഷണങ്ങളാണ്. അടുത്തത് ഇൻ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവായിട്ട് വരുന്നത് ചോദ്യങ്ങളിൽ ഉപയോഗിക്കുന്നത്. വിച്ച്, ഏത് കുട്ടി, വിച്ച് ബുക്ക്, ഏത് ബുക്ക്, വിച്ച് ഗേൾ, ഏത് പെൺകുട്ടി എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ അവിടെ ആ പെൺകുട്ടിയുടെ വിശേഷണം, വാട്ട്, ഹൂസ്, ഇതൊക്കെ ഇൻ്ററോഗേറ്റീവ് ചോദ്യങ്ങളിൽ ഉപയോഗിക്കുന്ന വിശേഷണങ്ങളാണ്. പിന്നെ അടുത്തത് പ്രോപ്പർ, യഥാർത്ഥ നാമങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന വിശേഷണങ്ങളുണ്ട്. ഇപ്പം ആർമി, സൈന്യം എന്ന് പറയുന്ന ഒരു കാര്യം, ആ സൈന്യത്തെ വിശേഷിപ്പിക്കാൻ പല രാജ്യങ്ങളുടെ, ഇപ്പം ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആർമി. അപ്പം ഈ ആർമിയുടെ വിശേഷണമാണ് ഇന്ത്യൻ ആർമി, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ ആർമി ആണെങ്കിൽ അത് പറയും. അപ്പോൾ ഇത് പ്രോപ്പർ നൗണാണ് ഇന്ത്യ. ഇന്ത്യ എന്നുള്ള ആ പേരിൽ നിന്ന് ഇവിടെ ഒരു വിശേഷണമായിട്ട് വന്നു. ഇപ്പം ഫുഡ്, അറബിക്ക് ഫുഡ്, അതും മറ്റൊരു പ്രോപ്പർ നൗണായ അറബിക്കിൽ നിന്ന് വന്നതാണ്. അടുത്തത് ന്യൂമറൽ അഡ്ജക്റ്റീവ്സ്. ഇപ്പം ന്യൂമറൽ എണ്ണത്തെ കുറിക്കുന്ന. ബുക്കുകൾ, എത്ര ബുക്കുകൾ, 3 ബുക്കുകൾ. പ്രൈസ്, സമ്മാനം, ആദ്യ സമ്മാനം, ഫസ്റ്റ് പ്രൈസ്. ഇപ്പം ഈ പ്രൈസിനെ വിശേഷിപ്പിച്ചത് ന്യൂമറൽ അഡ്ജക്റ്റീവ്, ഫസ്റ്റ്, 3, അങ്ങനെയൊക്കെ വരുന്നത്. അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ്. ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറയുമ്പം ഒരു
സൃഷ്ടിയെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലെ ഓരോന്നിനെയും എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ്. അതേതൊക്കെയാണ്? ഈച്ച് ഓരോന്നും, എവരി എല്ലാതും, എയ്തർ ഇതെല്ലാം, ഈച്ച്, എവരി, എയ്തർ തുടങ്ങിയവയെല്ലാം ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്, ഒരു ഗ്രൂപ്പിലെ ഓരോന്നിനെയും എടുത്തു പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം എല്ലാവരും പോയി, എല്ലാ ആൺകുട്ടികളും അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളും അല്ലെങ്കിൽ എല്ലാ കളിക്കാരും അല്ലെങ്കിൽ എല്ലാ എന്ന് ചേർത്ത് പറയാനും, അല്ലെങ്കിൽ ഈച്ച് ഓരോ കുട്ടിയും ഓരോ കളിക്കാരനും അല്ലെങ്കിൽ ഓരോ പെൺകുട്ടിയും, അങ്ങനെയൊക്കെ പറയാം. അടുത്തത് ഇൻഡെഫിനിറ്റ്, എടുത്തു പറയാത്ത എണ്ണത്തെ അല്ലെങ്കിൽ നാമത്തെ കുറിക്കുന്ന വിശേഷണം. മെനി ധാരാളം, ഫ്യൂ കുറച്ച്, സെവറൽ അങ്ങനെയൊക്കെ പറയുമ്പോഴെന്താണ്? ഇത് ഒരു പ്രത്യേകത്തിനെ എടുത്തു പറയുന്നില്ല, എടുത്തു പറയാത്ത നാമങ്ങളെ വിശേഷിപ്പിക്കുന്നതിന് ഉള്ള ആണ് ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്സ്. മെനി, ഫ്യൂ, സെവറൽ ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് കമ്പറേറ്റീവ്, താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് നാമത്തെ താരതമ്യം ചെയ്യുന്ന നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പഠിക്കുമ്പോൾ ഇതെന്താന്ന് പറയും. ഇപ്പം ഇത് മനസ്സിലാക്കിയാൽ മതി. ടോളർ, മോർ ഇതൊക്കെ കമ്പറേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. പിന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രീസിലുള്ളതും പിന്നെ എന്താണ് നാമവിശേഷണമായി ഉപയോഗിക്കുന്നുണ്ട്. രണ്ടിലധികം എണ്ണത്തെ താരതമ്യപ്പെടുത്തി വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കും. ടോളസ്റ്റ്, മോസ്റ്റ് ഇതൊക്കെ EST ചേർത്ത് സൂപ്പർലേറ്റീവ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ പഠിക്കും. അപ്പോഴും സൂപ്പർലേറ്റീവിലും അഡ്ജക്റ്റീവ്സ് ഉണ്ട്, അഡ്ജക്റ്റീവായിട്ട് വരും. പിന്നെ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നതുകൊണ്ട് രണ്ടോ അധികമോ വാക്കുകൾ ചേർത്തുണ്ടാക്കുന്ന അഡ്ജക്റ്റീവ്സ്. അതായത് ഇപ്പോൾ വെൽ നോൺ അറിയപ്പെടുന്ന, ഓൾഡ് ഫാഷൻഡ് പഴയ ഫാഷനിലുള്ള, അപ്പോൾ ഈ രണ്ട് വാക്കുകൾ ചേർന്ന് വന്ന ഒരു അഡ്ജക്റ്റീവ് നാമവിശേഷണം. വെൽ നോൺ റൈറ്റർ അറിയപ്പെടുന്ന എഴുത്തുകാരൻ അല്ലെങ്കിൽ വെൽ നോൺ സിംഗർ അറിയപ്പെടുന്ന പാട്ടുകാരൻ, ആ സിംഗറിനെ വിശേഷിപ്പിച്ചതാണ് വെൽ നോൺ. അതുപോലെ ഓൾഡ് ഫാഷൻഡ് ലേഡി, പഴയ ഫാഷൻ പിന്തുടരുന്ന ഒരു സ്ത്രീ, അപ്പോൾ ആ സ്ത്രീയുടെ വിശേഷണമാണ് ഓൾഡ് ഫാഷൻഡ്. അപ്പം അതും എന്താണ്? കോമ്പൗണ്ട് വേർഡ്സ് വന്ന് അഡ്ജക്റ്റീവായത്. അടുത്തത് ആർട്ടിക്കിൾസും ഉപയോഗിക്കാറുണ്ട് അഡ്ജക്റ്റീവായിട്ട്. എ ക്യാറ്റ്, ഇവിടെ ഒരു ക്യാറ്റിനെ, ഒരു പൂച്ചയാണ് വിശേഷിപ്പിച്ചത്, അപ്പോൾ ഇവിടെ എയെ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും. ഇവിടെ ദ ബുക്ക്, ആ ബുക്ക്, ആ പ്രത്യേക ബുക്കിനെ എടുത്ത് പറഞ്ഞതുകൊണ്ട് ഇതും എന്തായിട്ട് ഉപയോഗിക്കാം? ആർട്ടിക്കിൾസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ആർട്ടിക്കിൾസും കോമ്പൗണ്ട് വേർഡ്സും സൂപ്പർലേറ്റീവും ഇതെല്ലാം അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായാലോ? നാമവിശേഷണം, ഒരു നാമത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം.